കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഒരു സംഭവമുണ്ടായി. വർക്കല സ്വദേശിയായ നാസിയ എന്ന വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് വെറും 2 മാസം മാത്രമേ ആകുന്നുള്ളൂ. കൊല്ലം പരവൂർ സ്വദേശിയായ അൻസറുമായിട്ടായിരുന്നു ഈ പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് ആ പെൺകുട്ടി ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചത്. എന്നാൽ വിവാഹം കഴിഞ്ഞ് വെറും 13 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭർത്താവ് അൻസറിന് ജോലിസ്ഥലമായ കുവൈറ്റിലേക്ക് മടങ്ങേണ്ടി വന്നു. ഒരു കൗമാര പ്രായത്തിൽ നിന്ന് മാറി വരുന്ന പെൺകുട്ടിയാണ്. പുതിയൊരു അന്തരീക്ഷം, പുതിയൊരു കുടുംബം. അതിൻ്റെ ഇടയിലാണ് ഭർത്താവ് പെട്ടെന്ന് ദൂരേക്ക് പോകുന്നത്. ഈ മാസം 25-ന് അൻസർ നാട്ടിലേക്ക് തിരികെ വരാനിരിക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ ഭർത്താവ് എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് നാസിയ സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടുകാർ പോലീസിന് നൽകിയ പ്രാഥമികമായിട്ടുള്ള വിവരമനുസരിച്ച് വിവാഹശേഷമുണ്ടായ പെട്ടെന്നുള്ള വിരഹവും ഭർത്താവിൽ നിന്നും അകന്നു നിൽക്കേണ്ടി വന്നതുമായ മാനസിക വിഷമവുമാണ് ആ കുട്ടിയെ ഈ കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. വെറും 19 വയസ്സ് മാത്രമാണ് ഈ മരിച്ച ജീവനൊടുക്കിയ യുവതിക്ക് പ്രായം. റാത്തിക്കൽ സ്വദേശി നാസിയാണ് ഇന്നലെ രാത്രിയോടുകൂടി സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഉടൻ തന്നെ ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അതിൽ കഴിഞ്ഞ 2 മാസം മുന്നെയാണ് നാസിയയുടെ വിവാഹം കഴിഞ്ഞത്. അതിൽ ശേഷം ഭർത്ത വീട്ടിലായിരുന്നു താമസം ഉണ്ടായിരുന്നത്. അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുവരെ മറ്റു പരാതികളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യുവതിയുടെ കുടുംബം പറയുന്നത്. വിവാഹം കഴിഞ്ഞ് 13-ാം ദിവസം ഭർത്താവ് കുവൈത്തിലേക്ക് ജോലി ആവശ്യത്തിനായി പോയി. അതിനുമായി ബന്ധപ്പെട്ട മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആദ്യ പ്രതികരണമായി വരുന്നത്. അതിനുശേഷം കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ഒരു ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നു. ആ സമയത്താണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് നാസിയെ പോവുകയും ചെയ്തത്. ശേഷം ഇന്നലെ രാത്രിയോട് കൂടിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ച നിലയിൽ, തൂങ്ങിയ നിലയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ എത്തിക്കുന്നു. ഇന്ന് രാവിലെയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നിലവിൽ ഇൻക്വസ്റ്റ് നടപടികളടക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടവും നടക്കും. കാരണം ഈ നവവധു എന്ന രീതിയിൽ വിവാഹം കഴിഞ്ഞ് 2 മാസം മാത്രമാകുന്നു. ആ രീതി പരിഗണിച്ചുകൊണ്ട് തന്നെ അതിൽ പോസ്റ്റ്മോർട്ടം നടക്കുമെന്നുള്ള കാര്യം കൂടിയാണ് അറിയുന്നത്. അതിൽ മറ്റു പരാതികളൊന്നും കുടുംബം ഇപ്പോൾ പോലീസിന് നൽകിയിട്ടില്ല. മറ്റു പരാതികളൊന്നും ഇതുവരെ മകൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പ്രതികരിക്കുകയും ചെയ്യുന്നത്. അതിൽ ഈ ഭർത്താവ് 13 ദിവസം വിവാഹം കഴിഞ്ഞ് 13-ാം ദിവസം ഭർത്താവ് പോയതിന്റെ ഒരു മാനസിക വിഷമം ഉണ്ടായിരുന്നു. അതാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബം സംശയിക്കുന്നത്. ഇനി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് കൂടി വർക്കല പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് ആ മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിഞ്ഞില്ല. നിയമപ്രകാരം RDOയുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ നടന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ അത് തീർച്ചയായും അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ വേണം. നോക്കൂ, ആ പെൺകുട്ടിയുടെ മരണം തകർത്തു കളഞ്ഞത് ഒരു കുടുംബത്തിന് മുഴുവൻ പ്രതീക്ഷകളാണ്. നോക്കൂ, ജീവിതത്തിൽ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകാത്ത ഒരു മനുഷ്യനും ഈ ഭൂമി ലോകത്തുണ്ടാവുകയില്ല. എല്ലാവർക്കും അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഉണ്ട് എന്ന് നമ്മൾ ധരിക്കുന്ന വലിയ വലിയ കോടീശ്വരന്മാർ പോലും വലിയ മാനസിക പ്രയാസങ്ങളിലൂടെയാണ് പലപ്പോഴും കടന്നു പോകുന്നത്. പക്ഷേ അത്തരത്തിൽ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെല്ലാം ആത്മവിശ്വാസത്തോടു കൂടി നേരിടാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. അതിന് തിരഞ്ഞെടുക്കേണ്ട മാർഗം എന്നുള്ളത് മരണമല്ല. നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും മാനസിക വിഷമങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറയുക. അതിലൂടെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. മരണമാണ് എല്ലാത്തിനുമുള്ള അവസാനത്തെ പരിഹാരമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ തിരഞ്ഞെടുക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, മരണപ്പെടുന്നതിലൂടെ നാം നമ്മുടെ പ്രിയപ്പെട്ടവരെ തള്ളിവിടുന്നത് വലിയ ദുഃഖത്തിൻ്റെ ആഴത്തിലേക്കാണ്. അത് അവരെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഒക്കെ വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ജീവിതം അവർ സ്വയം അവസാനിപ്പിക്കുന്ന ഒരുപാട് വാർത്തകൾ കാണാൻ സാധിക്കും. 2 ദിവസം മുമ്പ് നടന്ന മറ്റൊരു വാർത്ത ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ട് കാണും. മൊബൈൽ റീചാർജ് ചെയ്യാൻ ചോദിച്ച തുകയിൽ വെറും 200 രൂപ കുറഞ്ഞു പോയതിൻ്റെ പേരിൽ കാസർഗോട്ടെ ആമിന നുസുഹ എന്ന് പറയുന്ന വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി എലിവിഷം കഴിച്ച് മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത. ഫോൺ റീചാർജ് ചെയ്യാനായി ആമിന ഉപ്പയോട് ചോദിച്ചത് 1500 രൂപയായിരുന്നു. എന്നാൽ ആ സമയത്ത് ആ പാവം പിതാവിൻ്റെ കയ്യിലുണ്ടായിരുന്നത് വെറും 1300 രൂപ മാത്രമായിരുന്നു. ഉള്ള തുക മകളുടെ കയ്യിൽ കൊടുത്തിട്ട് അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി പറയുന്നുണ്ട്, ബാക്കി 200 രൂപ ഞാൻ നാളെ തരാം മോളെ എന്ന്. വളരെ സാധാരണമായ ഏതൊരു കുടുംബത്തിലും ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ആ പെൺകുട്ടിക്ക് ആ വാക്കുകൾ താങ്ങാൻ കഴിഞ്ഞില്ല. പുറമേ പരിഭവമൊന്നും കാണിക്കാതെ ആ പെൺകുട്ടി ക്ലാസ്സിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. എന്നിട്ട് വഴിയിൽ എവിടെയോ വെച്ചുകൊണ്ട് എലിവിഷം വാങ്ങി കഴിക്കുന്നു.
എന്നിട്ട് വിഷം കഴിച്ച് ഒന്നും സംഭവിക്കാത്തതുപോലെ ആ പെൺകുട്ടി തൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ക്ലാസ്സിലിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം കഠിനമായ ഛർദ്ദിയും അസ്വസ്ഥതയും ഉണ്ടായപ്പോഴാണ് കൂടെയുള്ളവർ ആ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചുകൊണ്ടാണ് അവൾ തന്നെ വിഷം കഴിച്ച കാര്യം തുറന്നു പറയുന്നത്. സിങ്ക് ഫോസ്ഫേറ്റ് അടങ്ങിയ മാരകമായ വിഷമായിരുന്നു ആ പെൺകുട്ടി കഴിച്ചത്. ആ പിതാവ് തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു. കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റി ലക്ഷങ്ങൾ ചെലവഴിച്ചു. കിഡ്നി മാറ്റിവെക്കാൻ പോലും ആ പിതാവ് തയ്യാറായിരുന്നു. പക്ഷേ ആ മാരക വിഷം ആ 18-കാരിയുടെ ജീവനെടുത്തു. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് സംഭവിക്കുന്നത്? നമ്മൾ കുട്ടികളെ വളർത്തുന്ന രീതിയിൽ എവിടെയോ പാകപ്പിഴകൾ സംഭവിക്കുന്നുണ്ട്. ചോദിക്കുന്നതെന്തും അപ്പോൾ തന്നെ സാധിച്ചു കൊടുത്ത് വളർത്തുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ ആദ്യമായി ഒരു ഇല്ല അല്ലെങ്കിൽ പോരാ എന്ന വാക്ക് കേൾക്കേണ്ടി വരുമ്പോൾ അതവർക്ക് താങ്ങാൻ കഴിയാതെ വരികയാണ്. കൗമാരപ്രായത്തിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടും മാനസികമായ പ്രത്യേകതകൾ കൊണ്ടും വികാരങ്ങൾ വളരെ തീവ്രമായിരിക്കും. ചെറിയൊരു സങ്കടം പോലും അവർക്ക് സഹിക്കാൻ കഴിയാതെ വരുന്നു. നോക്കൂ, ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അത് തുറന്നു പറയാൻ നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾക്ക് അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ തുറന്നു പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. നാസിയുടെ കേസിൽ ഭർത്താവ് ദൂരെ പോയപ്പോഴുണ്ടായ ആ ഒരു വിരഹം പങ്കുവയ്ക്കാൻ അവർക്ക് ആരും ഉണ്ടായിരുന്നില്ലേ? ആമിനയുടെ കേസിൽ 200 രൂപ കുറഞ്ഞു പോയപ്പോഴുണ്ടായ ആ ഒരു സങ്കടം ഉപ്പയോട് തന്നെ തർക്കിച്ചോ പിണങ്ങിയോ ആ പെൺകുട്ടിക്ക് തീർക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് അവർ മരണത്തെ കൂട്ടുപിടിച്ചു? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴി കുട്ടികൾ കാണുന്നത് മറ്റുള്ളവരുടെ പെർഫെക്റ്റായ ജീവിതങ്ങളാണ്. എല്ലാവരും സന്തോഷമായിരിക്കുന്നു, എല്ലാവർക്കും എല്ലാം കിട്ടുന്നു എന്നൊരു മിഥ്യാധാരണ അവർക്കുണ്ടാകുന്നു. റിയലിസ്റ്റിക്കായ ജീവിത സാഹചര്യങ്ങളെ ഫേസ് ചെയ്യാൻ അവർക്ക് മടിയാണ്. തോൽവികളെയും പ്രതിസന്ധികളെയും നേരിടാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമോ കുടുംബ സാഹചര്യങ്ങളോ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇനി ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ നാടുകളിൽ ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മളെല്ലാവരും സ്വീകരിക്കേണ്ടത്. ചോദിക്കുന്നത് എല്ലാം കുട്ടികൾക്ക് വാങ്ങി നൽകുന്നത് സ്നേഹമല്ല. ജീവിതത്തിൽ പരിമിതികൾ ഉണ്ടെന്നും വിചാരിക്കുന്നതെല്ലാം എപ്പോഴും നടക്കില്ലെന്നും അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ല ഒരു സൗഹൃദം ഉണ്ടാകേണ്ടതുണ്ട്. എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരിടം വീട്ടിലുണ്ടാകേണ്ടതുണ്ട്. മരണം എന്നുള്ളത് ഒന്നിനും ഒരു പരിഹാരമില്ല. ഒരു നിമിഷത്തെ ബുദ്ധിമോശം കൊണ്ട് നമ്മൾ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ജീവിതാവസാനം വരെ നീറുന്ന കണ്ണീരുമായി ജീവിക്കേണ്ടി വരുന്നത് നമ്മളെ സ്നേഹിച്ച മാതാപിതാക്കൾക്കാണ്. ആമിന എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ പിതാവ് ഇന്ന് അനുഭവിക്കുന്ന വേദന വിവരണാതീതമാണ്. നാസിയുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടത് കനമുള്ള സ്വർണ്ണാഭരണങ്ങളോ വലിയ ജീവിത സൗകര്യങ്ങളോ മാത്രമല്ല, പ്രതിസന്ധികളിൽ തളരാത്ത ഉറപ്പുള്ള ഒരു മനസ്സാണ്. അതവർക്ക് നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.